നിറങ്ങളുള്ള ഒരു ശലഭം ഭാഗം 32. രാവിലെ കുറെ നേരം ഫോൺ വിളിച്ചിട്ടും അല്ലി ഫോൺ എടുക്കാത്തതുകൊണ്ട് ആലി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കി. എന്നിട്ടും അലി ഡോർ തുറക്കാതെ ആയതും ആലിക്ക് ടെൻഷനായി. അവള് ചെന്ന് കയ്യിലുള്ള കീ എടുത്ത് ഡോർ തുറന്നകത്തേക്ക് കയറി. അലിയുടെ റൂമിൽ ചെന്നപ്പോ ബെഡിൽ അല്ലിയെ കാണാതെ അലി ഭയന്നുപോയി. അടുക്കളയിലും ബാൽക്കണിയിലും ഒക്കെ നോക്കിയിട്ടും അല്ലിയെ കാണാതെ അവൾ പകച്ചു നിന്നു. എന്തോ ഓർത്തതുപോലെ ആലി അല്ലിയുടെ റൂമിലെ ബാത്റൂമിലേക്ക് ഓടി. ഡോർ ലോക്ക് ആയിരുന്നില്ല. ഡോർ തുറന്നതും അവിടെ വീണ് കിടക്കുന്ന അല്ലിയെ കണ്ട് ആലി വേഗം ആളെ വിളിച്ചു. അല്ലി മോളെ എണീക്ക്, എന്താ പറ്റിയത്? അലി കരഞ്ഞുകൊണ്ട് ഉറക്കി വിളിച്ചു. പക്ഷെ അല്ലി എണീക്കുന്നില്ലായിരുന്നു. അലി ഒരുവിധം അവളെ എണീപ്പിച്ച് ബാത്റൂമിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഭിത്തിയിലേക്ക് അവളെ ചാരി ഇരുത്തിയിട്ട് ആലി തന്റെ ഫ്ലാറ്റിലേക്ക് ഓടി. സാമിച്ച, ആലി ഉറക്കി വിളിച്ചു. കിച്ചണിലായിരുന്ന സാം ഓടി വന്നതും അവൾ അവനോട് വിവരങ്ങൾ പറഞ്ഞു. അവൻ വേഗം അലിയുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും കൂടി ഒരുവിധം അല്ലിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിൽ കിടത്തി. ഉടനെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയ അല്ലിയെ നേരെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോഴേക്കും ആലിയെ അല്ലിയുടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ആലി ഓടി ചെന്നു. ഡോക്ടർ, അല്ലിക്ക് എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, ബട്ട് ഷീ ലോസ്റ്റ് ഹിസ് ബേബി. വി വെരി സോറി. ഡോക്ടർ പറഞ്ഞത് കേട്ട് ആലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സാമിന്റെ നെഞ്ചിലേക്ക് കിടന്ന് കരഞ്ഞുപോയി. അവൾ എങ്ങനെ സഹിക്കും സാമിച്ച? ആദ്യമില്ല അവളുടെ കൂടെ, ഞാൻ എന്ത് ചെയ്യും? ആലിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സാരില്ല ആലി, നീ ഇങ്ങനെ തളർന്ന അല്ലി ഉണരുമ്പോ അവളെ ആര് സമാധാനിപ്പിക്കും? സാം ആലിയോട് ചോദിച്ചു. എനിക്ക് പറ്റില്ല സാമിച്ച. ആലി കരച്ചിൽ നിർത്തിയില്ല. കുറച്ചു കഴിഞ്ഞതും അല്ലിയുടെ വീട്ടുകാരൊക്കെ വന്നു. അവരെ കണ്ടതും ആലി പിന്നെയും കരച്ചിൽ തുടങ്ങി. എല്ലാവരും ആകെ തകർന്നു പോയിരുന്നു. അല്ലി ഉണരുമ്പോ എന്ത് പറയുമെന്നറിയാതെ എല്ലാവരും ഉഴറി. ഉച്ചയോടെയാണ് അല്ലിക്ക് ബോധം തെളിഞ്ഞത്. എല്ലാവരെയും കണ്ടതും അവൾ ആകെ ഭയന്നു പോയിരുന്നു. അമ്മേ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലിയുടെ കൈകള് വയറിലേക്ക് നീങ്ങി. മോളെ, അത് അല്ലി. അമ്മയുടെ മുഖത്ത് സങ്കടം കണ്ടതും അലിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. എന്താ അമ്മേ, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നെ? ഒന്നുമില്ല മോളെ, നീ റെസ്റ്റ് എടുക്ക്. ഒന്നുമില്ലട്ടോ, അമ്മ അവളോട് പറഞ്ഞു. അമ്മ, ആലി, അച്ഛാ, എന്താ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നെ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അലി പേടിയോടെ ചോദിച്ചു. അവളുടെ കൈകൾ അവളുടെ വയറിന് പൊതിഞ്ഞു. മോളെ, മോള് വിഷമിക്കല്ലേ, ഇനി സമയമുണ്ടല്ലോ. അമ്മ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞത് കേൾക്കാൻ പോലും അലിക്ക് ഭയമായി. മോളെ, വേണ്ടമ്മേ, പറയല്ലേ, എനിക്ക് പേടിയാണ്. അമ്മ പറയണ്ട. എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. അവള് പിന്നെയും വയറ് പൊതിഞ്ഞു പിടിച്ചു. എന്റെ ആദ്യട്ടം വരുമ്പോ എനിക്ക് പറയാനുള്ളതാണ്, സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ്. എനിക്ക് വേണം ഈ കുഞ്ഞിനെ. അലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ആ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള സമയം ആയിട്ടില്ല. ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കലേ അല്ലി. നന്ദിനി അലിയുടെ തലയിൽ തഴുകി. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, വിഷമിക്കല്ലേ. എനിക്ക് പറ്റണില്ല അമ്മേ. എന്റെ കുഞ്ഞല്ലേ, എന്റെ ആദ്യേട്ടന്റെ ജീവനല്ലേ അമ്മേ. എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അമ്മേ. പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? അലി നന്ദിനിയുടെ തോളിലേക്ക് തല ചായച്ച് ഉറക്കെ കരഞ്ഞു. ഇപ്പൊ ഒന്നും ഓർക്കണ്ട, എന്റെ മോൾ ഉറങ്ങിക്കോ. നന്ദിനി പറഞ്ഞു. ഞാൻ കാരണമല്ലേ അമ്മേ. ഒറ്റയ്ക്ക് നിന്നോളാം എന്നുള്ള എന്റെ വാശി കാരണമല്ലേ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചത്. അമ്മയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരില്ലായിരുന്നു. ഞാൻ തന്നെയാ കാരണക്കാരി. കരഞ്ഞ് എപ്പോഴും അവൾ തളർന്നുറങ്ങിപ്പോയി. എല്ലാവർക്കും മലയുടെ അവസ്ഥ ഓർത്ത് സങ്കടമായിരുന്നു. എനിക്ക് ആദ്യയോട് ദേഷ്യം തോന്നുന്നു സാമിച്ച. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ആദ്യം വരുമ്പോ എന്റെ അല്ലി ഞാൻ അയാൾക്ക് കൊടുക്കില്ല. അല്ലിയെ ആദ്യം ഡിസേർവ് ചെയ്യുന്നില്ല സാമിച്ച. അവൾ എന്തൊക്കെയാ ആദ്യക്ക് വേണ്ടി ചെയ്തത്? ഇത്ര സ്നേഹിച്ചിട്ട് എന്തിനാ ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയത്? ഈ സമയം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായേനെ. അവൾ ഒറ്റയ്ക്കാക്കിയില്ലേ? അലിക്ക് കരച്ചിൽ വന്നു. സാം അവളെ ചേർത്ത് പിടിച്ചു. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട ആലി. ഇപ്പൊ അല്ലിയുടെ കൂടെ അവൾക്കൊരു മെന്റൽ സപ്പോർട്ടായിട്ട് ഉണ്ടാവുകയാണ് വേണ്ടത്. ബാക്കിയൊക്കെ അലിയുടെ ഇഷ്ടത്തിന് വിട്. ആദ്യോട് ക്ഷമിക്കുന്നതും മാപ്പ് കൊടുക്കുന്നതും അല്ലിയുടെ ഇഷ്ടമല്ലേ ആലി. അത് അവള് തീരുമാനിക്കട്ടെ, സാം ആലിയോട് പറഞ്ഞു. വൈകുന്നേരത്തോടെ അച്ഛമ്മയൊക്കെ അല്ലിയെ കാണാൻ വന്നു. വിവരങ്ങൾ അറിഞ്ഞ് അച്ഛമ്മ ആകെ സങ്കടത്തിലായിരുന്നെങ്കിലും അലിയുടെ മുന്നിൽ അവർ ഒരു വിധത്തിലുള്ള വിഷമവും കാണിച്ചില്ല.
അല്ലി ആശ്വസിപ്പിക്കുകയാണ് അച്ഛമ്മ ചെയ്തത്. എല്ലാവർക്കും അതൊരു സമാധാനമായിരുന്നു. അല്ലി അവരെ കുറ്റപ്പെടുത്തുമോ എന്ന് എല്ലാവരും ഭയന്നിരുന്നു. 3 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അല്ലി. ആ ദിവസങ്ങളിൽ അല്ലിക്ക് ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് അല്ലിക്ക് ഒരു ഫൈനൽ ചെക്കപ്പ് ചെയ്യാനായി സ്കാനിംഗ് റൂമിലേക്ക് നടക്കുകയായിരുന്നു അല്ലി. അപ്പോഴാണ് രാഗിണി അപ്പച്ചി അവളുടെ മുന്നിലേക്ക് ചെന്നത്. അവരെ കണ്ടതും അല്ലി ശ്രദ്ധിക്കാതെ നടന്നെങ്കിലും അവരല്ലിയെ വിളിച്ചു നിർത്തി. നിന്റെ വയറ്റിലുണ്ടായത് പോയെന്ന് കേട്ടല്ലോ, അവര് ക്രൂരമായി ചോദിച്ചു. അത് കേട്ടതും അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കും എന്റെ മക്കൾക്കും അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അനാഥച്ചക്കൻ അനുഭവിക്കുന്നത്. ഇനി അവനൊരു കൊച്ചുണ്ടായിട്ട് അതിനും എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടായേനെ. നന്നായി ആ ചത്തു തൊലഞ്ഞത്, അവര് ക്രൂരമായി പറഞ്ഞു. അവനെവിടെ? അവൻ അറിഞ്ഞില്ലേ സ്വന്തം കൊച്ചുപോയ കാര്യം? എന്തായാലും അവൻ ഇതറിഞ്ഞാൽ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. ഈ ജീവിതത്തില് അവന് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള ഒന്നിനല്ലേ നിന്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായത്. അവന് നിന്നെ വെറുപ്പായിരിക്കും. രാഗിണി അപ്പച്ചിയുടെ വാക്കുകൾ അല്ലിയുടെ ഹൃദയത്തെ കീറി മുറിച്ചു കളഞ്ഞു. അവരോട് തിരികെ ഒന്നും പറയാനുള്ള ത്രാണിയില്ലാതെ അല്ലി അവരുടെ മുന്നിൽ നിന്ന് പോയി കളഞ്ഞു. പക്ഷെ തിരികെ റൂമിലെത്തിയ അല്ലി ആകെ ഡിസ്റ്റർബ് ആയിരുന്നു. അപ്പച്ചി പറഞ്ഞ വാക്കുകള് അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. കുഞ്ഞു പോയതറിഞ്ഞ അലിയുടെ വെറുത്തു പോകുക തന്നെ അല്ലി സ്വയം ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അലി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. എത്തവണ അലി എതിർക്കാൻ പോയില്ല. എതിർത്താലും അമ്മ സമ്മതിക്കില്ലെന്ന് അവൾക്കറിയായിരുന്നു. വീട്ടിൽ ചെന്നിട്ടും അവൾ ആ റൂമിൽ തന്നെ ഇരുന്നുള്ളൂ. പുറത്തേക്ക് ഇറങ്ങാനും ആരോടെങ്കിലും സംസാരിക്കാനും പോലും അലിക്ക് കഴിയുന്നില്ലായിരുന്നു. ആദ്യം വരുമ്പോ തന്നെ വെറുക്കുമോ എന്നോർത്ത് ഓരോ നിമിഷവും അല്ലി ഒരുക്കിക്കൊണ്ടിരുന്നു. എപ്പോഴും സന്തോഷത്തോടെ മാത്രം കണ്ടിരുന്ന അല്ലിയുടെ ഇപ്പോഴത്തെ ഭാവം എല്ലാവർക്കും പേടിയായിരുന്നു. അവളുടെ മനസ്സ് കൈവിട്ടു പോകുമോ എന്നോർത്ത് എല്ലാവരും ഭയന്നു. അവസാനം അച്ചമ്മയാണ് ഒരു പോംവഴി പറഞ്ഞത്. സ്നേഹാലയത്തിലെ അന്തേവാസികളെ യോഗ പഠിപ്പിക്കാൻ അച്ചമ്മ അവളെ അങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷെ അച്ചമ്മ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അല്ലി സമ്മതിച്ചില്ല. പിന്നീട് ഒരിക്കലും ഉറപ്പായും വന്നോളാം എന്ന് അവൾ അച്ചമ്മയോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അലിക്ക് വീട്ടിൽ നിന്ന് മതിയായിരുന്നു. ഫ്ലാറ്റിലേക്ക് പോവാനായി അവൾ നിർബന്ധം പിടിച്ചു. അവസാനം കരച്ചിൽ കൂടി ആയപ്പോ നന്ദനി സമ്മതിച്ചു. ആദ്യം അവൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണെങ്കിലും വ്യത നിറഞ്ഞൊരു ഓർമ്മയും അവിടെ ഉള്ളതിനാലാണ് നന്ദനിക്ക് പേടിയായിരുന്നത്. പക്ഷേ ഇവിടെ നിർബന്ധിച്ചു നിർത്തി അവളെ കൂടുതൽ വിഷമിപ്പിക്കാനും നന്ദനിക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ അല്ലിയെ ഫ്ലാറ്റിലേക്ക് ആക്കി അനിയച്ചൻ. അനിയുടെ കൂടെ അല്ലിയെ മനഃപൂർവ്വം വിട്ടതാണ് നന്ദിനി. അബോർഷൻ ആയതിനു ശേഷം അല്ലി അച്ഛനോട് പഴയ പോലെ അല്ലെന്നൊരു തോന്നലുണ്ടാകും അമ്മയ്ക്ക്. അത് സത്യവുമായിരുന്നു. മോളോട് സംസാരിച്ചാൽ അവൾക്ക് സങ്കടം കൂടുമോ എന്നുള്ള വിഷമം അച്ഛനും ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പഴയതുപോലെ ആവട്ടെ എന്ന് കരുതിയാണ് അമ്മ അവരെ ഒരുമിച്ച് അയച്ചത്. ഫ്ലാറ്റിൽ അല്ലിയെ ആക്കിയിട്ട് അനി അധിക നേരം അവിടെ ഇരുന്നില്ല. അലിയോട് യാത്ര പറഞ്ഞിട്ട് അനി ഇറങ്ങാൻ പോയതും അല്ലി അനിയുടെ കയ്യിൽ പിടിച്ചു. ഞാനിന്ന് മടിയിൽ കിടന്നോട്ടെ അച്ഛാ, അല്ലി ചോദിച്ചു. അനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അല്ലി അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. സോറി അച്ഛാ, എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനല്ലേ അച്ഛനെ സമ്മതിപ്പിച്ച് ഒറ്റയ്ക്ക് നിന്നത്. എന്നിട്ടും അച്ഛനോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല അച്ഛാ. അതാ എനിക്ക് അച്ഛന്റെ മുഖത്ത് പോയി നോക്കാൻ കഴിയാഞ്ഞത്. അല്ലാതെ എനിക്ക് എന്റെ അച്ഛനോട് ഒരു വഴക്കുമില്ല. എന്റെ അച്ഛനല്ലേ. അല്ലി അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അനി അവളുടെ തലയിൽ തഴുകി. അച്ഛക്ക് അറിയില്ല എന്നെ അല്ലയെ. എന്റെ മോൾ എന്നോട് മിണ്ടാതിരിക്കുന്നത് അത്ര സങ്കടമായിട്ടാവുമെന്ന് അറിയുന്നതുകൊണ്ടല്ലേ അച്ഛയെ എന്റെ കുഞ്ഞിനെ ശല്യപ്പെടുത്താഞ്ഞത്. നിങ്ങൾക്ക് ആദ്യയോട് ദേഷ്യമുണ്ടോ? അനി ചോദിച്ചു. എനിക്ക് ആദ്യേട്ടനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പറ്റില്ല അച്ഛ. പാവമല്ലേ ആദ്യേട്ടൻ. പക്ഷെ കുഞ്ഞിന്റെ കാര്യം അറിയുമ്പോ ആദ്യേട്ടൻ എന്നെ വെറുക്കുമോന്നാ എനിക്ക് പേടി. അലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യം നിന്നോട് ഒന്നും പറയില്ല. ഈ അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയതോർത്ത് അവൻ വേദനിക്കേ ഉള്ളൂ. എന്നെപ്പോലെ തന്നെ ആദ്യം വിഷമിക്കുന്നുണ്ടാവും. അന്നത്തെ ദിവസത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയൊരു കാര്യം ഓർത്ത് ഇപ്പോ ഏറ്റവും വിഷമിക്കുന്നത് ആദ്യമാവും. അനി അല്ലിയെ ആശ്വസിപ്പിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം അച്ഛനോട് സംസാരിച്ചത് അലിക്ക് സമാധാനം തന്നെയായിരുന്നു. മനസ്സിനെ ഭരിച്ചിരുന്ന വലിയൊരു സങ്കടം ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അനിയും സമാധാനത്തോടെയാണ് മടങ്ങി പോയത്. അന്ന് രാത്രി നാളുകൾക്ക് ശേഷം തങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നപ്പോ അലിക്ക് ആദ്യം മിസ് ചെയ്തു. ആദിയുടെ ഓർമ്മയിൽ അലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്ന് വരൂ ആദ്യേട്ടാ? അവൾ ചോദിച്ചു. അലിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു.
ആദ്യയുടെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ് തളർന്നാണ് അവൾ ഉറങ്ങിയത്. പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചില് കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അലി വേഗം അവിടെ എഴുന്നേറ്റ് പുറത്തെ ഗസ്റ്റ് റൂമിലേക്ക് ചെന്നു. അവിടെ കിടന്നാണ് അവൾ ഉറങ്ങിയത്. രാവിലെ എന്നത്തെയും പോലെ അലിയെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാതെ ആയതും ആലി വേഗം കീ എടുത്ത് അലിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. ബെഡ്റൂമിൽ അലിയെ കാണാതെ അവൾ പേടിച്ചുപോയി. അലിയുടെ മൊബൈൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കി അവസാനമാണ് അവൾ ഗസ്റ്റ് റൂമിൽ ചെന്നത്. അവിടെ സുഖമായിട്ട് ഉറങ്ങുന്ന അല്ലിയെ കണ്ടപ്പോഴാണ് അലിയുടെ ശ്വാസം നേരെ വീണത്. അവൾ അല്ലിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തുറക്കമാണ് പെണ്ണെ, ഞാൻ എത്ര വിളിച്ചു? ആണോ? ഞാൻ കേട്ടില്ലടി. ഇന്നലെ വൈകിയാ കിടന്നത്. ആ റൂമിൽ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കണ്ണടച്ച ഒരു കുഞ്ഞിന്റെ കരച്ചില് കേൾക്കും. എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ എപ്പോഴോ ഇവിടെ വന്ന് കിടന്നു. പിന്നെ ഉറങ്ങിയത്. അല്ല, നീ ജോലിക്ക് പോണില്ലേ? അലി ചോദിച്ചു. 2 ദിവസം ലീവാണ്. എന്റെ കൂടെ ഉണ്ടാവും, ആലി പറഞ്ഞു. നിനക്ക് വട്ടാണ്. ഞാനിപ്പോ ഓക്കെയാണ്. കൂട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളും, അല്ലി പറഞ്ഞു. നിനക്ക് കൂട്ടിനൊന്നുമല്ല, എനിക്ക് മടിയായിട്ടാടി. എത്ര നാളായി ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ട്. അതാ ലീവ് എടുത്തത്. 1-2 ദിവസം കൂടി അലി ലീവ് എടുത്തിരുന്നു. ആലിയും അല്ലിയും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി ആ ദിവസങ്ങൾ ചെലവഴിച്ചു. അലിക്ക് മറ്റൊന്നും ഓർക്കാനുള്ള ഇട പോലും അലി കൊടുത്തില്ലെന്ന് വേണം പറയാൻ. 2 ദിവസം കഴിഞ്ഞ് അലി തിരികെ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. ടീച്ചർമാരൊക്കെ അവളെ കണ്ടപ്പോൾ സഹതാപത്തോടെയാണ് നോക്കിയത്.